ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കുഞ്ഞാറ്റ മാൾസ് വേൾഡ്. അപ്പൊ ഗൈസ് ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. എന്റെ മമ്മയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ മമ്മി. അപ്പൊ ഗൈസ് ഞാൻ രാവിലെ 12 മണിക്ക് എണീറ്റ് മമ്മനെ വിഷ് ചെയ്തതാണ്. ആണോ? അപ്പൊ ഗൈസ് അതെ. അപ്പൊ ഗൈസ് ഒരു വർഷം ഇപ്പൊ ബർത്ത്ഡേ വിഷ് ചെയ്തില്ലെങ്കിൽ മമ്മ അടുത്ത വർഷം വരെ അത് പറഞ്ഞോണ്ടിരിക്കും, എന്നെ നീ വിഷ് ചെയ്തില്ല, എന്നെ നീ രാവിലെ വിഷ് ചെയ്തില്ല, എനിക്ക് നീ ഒന്നും തന്നില്ല നമ്മ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഗൈസ് കുഞ്ഞാറ്റ എന്തോ അടുക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഇട്ട് ചെലവ് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചെലവില്ലേ? നോമ്പ് ഇന്നത്തോടെ കഴിഞ്ഞു. ആരായത്? ഇത് കുഞ്ഞുമാവയാണോ? വേറെ കുഞ്ഞുമാവ ഇവിടെ ഉണ്ട് ഗൈസ്. ഈ കുഞ്ഞുമാവ ഭയങ്കര ചവിട്ടാണ്, വലുതാക്കിയ രാത്രി ഇടയ്ക്കൊന്നും എന്നാലും ഞാൻ അപ്പച്ചന്റെ കുട്ടിയാണ്, അപ്പച്ചന്റെ കുട്ടി. അപ്പച്ചൻ ഇല്ലാണ്ട് പറ്റില്ല കുക്കുന്. അമ്മന്റെ തക്കടു ഉമ്മ കൊടുത്തേ. പല്ല് വന്നു കുക്കുന്. ഈ കാണിക്ക് കണ്ട പല്ല് കണ്ട. വന്നു കൊടുക്കടി. താങ്ക് യു. ഞാൻ കുഞ്ഞാറ്റയുടെ കയ്യിൽ ഇത് പ്രതീക്ഷിച്ചു, കാരണം കുഞ്ഞാറ്റ എല്ലാ ബർത്ത്ഡേക്കും എല്ലാവർക്കും മിഠായി ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ലവ് യു, ഐ ആം ബ്ലെസ്ഡ് ടു ഹാവ് യു. കുഞ്ഞാറ്റയുടെ കൈപ്പടവിൽ എഴുതിയതാണത്. കുട്ടി ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു. ഇന്നലെ രാത്രി എത്ര മണി വരെ ഇരുന്നിട്ട്? ആരും കണ്ടില്ല എന്ന് വെക്കരുത്. അപ്പൊ നമുക്ക് ഇന്നലെ അത്തായിരുന്നു. അത്തം കഴിഞ്ഞു. നമുക്ക് മാത്രമല്ല എല്ലാവർക്കും അത്തായിരുന്നു. ഇന്നലെ അപ്പൊ അത്തായിരുന്നു. അത്തം കഴിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും പൂക്കളിടണം. അപ്പൊ ഇത് ഇന്നലത്തെ പൂക്കളാണ്. നമ്മള് പൂക്കളം ഇടാൻ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് പൂക്കളിടാം. എന്റെ കമ്മൽ ഇങ്ങനെയുള്ള സൂപ്പർ. കമ്മലിട്ടിട്ട് വരാം. കമ്മലല്ല, സേ പൂക്കളിട്ടിട്ട് വരാം. കെട്ടിപ്പിടിച്ചിട്ട് പറയും. ഓക്കെ, ഇനി അപ്പച്ചൻ ഉണ്ടാവില്ല. സാറ്റർഡേ ആയതുകൊണ്ട് ഇവർക്ക് ഇന്ന് എക്സാം ഇല്ല കേട്ടോ. അത് കാരണമാണ് രാവിലെ കുറച്ച് നേരം പൂക്കളിടാൻ വേണ്ടി വന്നിരിക്കട്ടെ അല്ലേ കുഞ്ഞാറ്റയ്ക്ക് ഇന്നലെ ഇടാൻ പറ്റാത്ത വിഷമമുണ്ട് പൂക്കളം. അതിന് തുണ്ട് പൊട്ടിച്ചോണ്ട് പാടി മാളുവിന്റെ ഡിസൈൻ. ഗുക്കി മമ്മയുടെ അടുത്ത് പോവാനും നമ്മള് ഇല പൊട്ടിക്കാൻ പോവാണ്. നമ്മള് കുടുംബമായിട്ടാണ് പോണത് ഇല പൊട്ടിക്കാൻ. പൂക്കളത്തില് പച്ച കളർ വരാണെങ്കിൽ പച്ചല പൊട്ടിക്കാൻ. നമ്മൾ പള്ളിയിലത്തെ ഇവിടെ ഇല പൊട്ടിക്കുന്നത് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ നമുക്ക് പച്ച കളർ കിട്ടണം. അപ്പൊ നമ്മള് ഇല പൊട്ടിക്കാൻ വന്നേക്കാണ്. കണ്ടോ?
നമ്മള് പള്ളിയുടെ അവിടത്തെ ഈ ഒരു മരണ്ട് അവിടെ നിറച്ചലകളാണ്, അപ്പൊ അവിടെ നിന്നാണ് പൊട്ടിക്കണത്. ഇവിടെ ഒരാൾക്ക് അമ്മേനെ കാണാണ്ട് വിഷമം. ബായോ. അപ്പം ഞാൻ റെഡി ആവാണ്. എവിടെയൊക്കെ ഇനി അയച്ച് റെഡി ആവണം. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. ഞാൻ ഈ ദിവസമാണ് ഇട്ടേക്കണത്. ഇത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങള് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം തോന്നുന്നു എനിക്ക് തയ്ച്ച ഡ്രസ്സാണിത്. മറ്റേ ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിന് തയ്ച്ച ഡ്രസ്സാണ് എനിക്കിത് പാകാണ്. അപ്പൊ അതിനർത്ഥം ഞാൻ ഇപ്പോഴും ആ വണ്ണം തന്നെയാണ്, ഞാൻ തടിയൊന്നും വെച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ മമ്മയുടെ ബർത്ത്ഡേ ആണ്, മമ്മ ചെലവ് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടി സർപ്രൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി റെഡിയായി ഇറങ്ങിയിട്ടാണ്. ഇപ്പം നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ അനിയത്തി, അതായത് ഞങ്ങളുടെ മേമ്മയും പാപ്പനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല, മാളുവിന് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അവിടേക്ക് ഒന്ന് പോയി കണ്ട് എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മാളു എൻ്റെ ഡ്രസ്സ് പറഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് എനിക്ക് മാളു എടുത്തുന്ന ഡ്രസ്സാണ് ഇട്ടത്. ഞാൻ ഇതുവരെയും ഇതിട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇടണത്. അപ്പം മാളു എപ്പോഴും ഇങ്ങനെ വിഷമം പറയും, അമ്മ ഇതുവരെ അത് ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ബർത്ത്ഡേക്ക് എന്തായാലും ഞാനത് ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ, കുറച്ച് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഓൾട്ടർ ചെയ്ത് ഞാനത് ഇട്ടു. മാളൊരു സങ്കടം അങ്ങോട്ട് മാറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടു. അപ്പോൾ ഇതാണ് സംഭവം. നമ്മുടെ ചക്കിലാട്ടി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയുടെ ഒരു ചെറിയൊരു ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയെന്നത് ആട്ടുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതുകാരണം ഞങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ഇത് ഞങ്ങളുടെ മേമയുടെ മോനാണ് കേട്ടോ, മെൽവിൻ. അപ്പോൾ അവനൊക്കെ എല്ലാവരും കൂടിയിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ പടവരാടിന്ന് ഒല്ലൂർക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ ഈ കടമുറികളെല്ലാം ഇവരുടെ തന്നെ സ്വന്തമാണ്. അപ്പോൾ ഇതൊക്കെ റെന്റിന് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ നമ്പർ ഞാനിവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ 2 നിലയായിട്ടാണ് കേട്ടോ ഇവിടെ റൂമുകൾ വരുന്നത്. അപ്പോൾ മേലേക്ക് ഞങ്ങളിങ്ങനെ ജസ്റ്റ് കയറി നോക്കാണ്. താഴത്തെയൊക്കെ ഒരുവിധം എല്ലാം ഫിനിഷിംഗ് ആയിട്ടുള്ള റൂമിൻ്റെ വർക്കുകളൊക്കെ. അപ്പോൾ മുകളിലേക്ക് ഞങ്ങൾ കയറി മുകളിലത്തെ പണികളൊക്കെ ഇങ്ങനെ നടക്കും. പിന്നെ ഈ ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമുകളാണ്. പിന്നെ ഈ കടമുറികൾ ഇപ്പോൾ 2 ഉള്ളത് ഒരു ഒറ്റ കടമുറിയാക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ കൊടുക്കും ആവശ്യക്കാർക്ക് ആവശ്യമുള്ള പോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഏറ്റവും മേലത്തെ നിലയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ജിമ്മിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ജിമ്മിന് ആവശ്യമുള്ളവർക്ക്, ജിം സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് പറ്റിയ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് മുകളിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. അങ്ങനെ കുറേ നേരം മേമയുടെ അടുത്തും പാപ്പിൻ്റെ അടുത്തും വിശേഷങ്ങളൊക്കെ സംസാരിച്ച് അവിടെ ഇരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ പോവാണ്. പിന്നെ മാത്രമല്ല ഇവർക്ക് മാളുവിന് എക്സാം ഉണ്ട്, വീട്ടിൽ പോയിട്ട് വേണം പിന്നെ പഠിക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ ഒന്ന് എല്ലായിടത്തും ഒന്ന് പോയിട്ട് വേഗം തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പടവരാട് അമ്മച്ചിയുടെ വേറൊരു അനിയത്തിയുടെ വീടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ മേമയുടെ വീട്ടിൽ പോയി കൺമണീനെ കണ്ടു. ഇതാണ് ഞങ്ങളുടെ കൺമണി കേട്ടോ. അങ്ങനെ കൺമണിയുടെ പാട്ടൊക്കെ കേട്ടു. കുറച്ചു നേരം കൺമണിയുടെ കൂടെയൊക്കെ ഇരുന്നു. ആ കൺമണിക്കാണെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പോണതും ഇഷ്ടമല്ല, ഭയങ്കര സങ്കടം. അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് കൺമണിയുടെ അടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു കുക്കു, താങ്ക് യു. സ്പെഷ്യൽ പായസമാണ്. നമ്മൾ മോളിമയുടെ അവിടെ നിന്ന് പിന്നെ ശിലമ്മയുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് കൺമണിനൊക്കെ കണ്ട് നമ്മൾ ഇപ്പോൾ വീട്ടിൽ വന്നു. കുറച്ച് നേരം ഇരുന്ന് പഠിച്ച റെസിപ്പിയാണ് അമ്മച്ചി ഇവിടെ പായസം ഉണ്ടാക്കിയത്. അമ്മയുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പം കണ്ടോ പായസം ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ എന്ത് പായസം? സേമിയ. എനിക്ക് ഫസ്റ്റ് ഈ പായസമായിരുന്നു. എനിക്ക് ഈ പായസം ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് സേമിയ മാത്രമേ ഇഷ്ടമുള്ളൂ. അതെ അമ്മച്ചി, അമ്മച്ചി പരിപ്പ് പായസം ഉണ്ടാക്കാൻ പോയതാ. ഞാൻ നോക്കിയപ്പോ സേമിയ പായസം ഉണ്ടാക്കണു. അപ്പൊ ഞാൻ മാളിനെ ഇങ്ങോട്ട് വാ, വിളിച്ചല്ലേ മാളു. ഇവിടെ വന്നിരുന്നു. മാളുവിന്റെ സങ്കടം മാറണ വരെ ഞാൻ ഡ്രസ് ഇട്ട് നടക്കാന്ന് വിചാരിച്ചിട്ടാ. മാള് കഴിഞ്ഞ വർഷം ഒരു വർഷമായിട്ട് നടക്കുമോ? ഒരു വർഷം ഞങ്ങൾ മേമയുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇവള് പഠിക്കാൻ കയറി. ഞാൻ കുറച്ചു നേരം കിടന്ന് തുടങ്ങി അല്ലേ. കൊറേ പഠിക്കാണ്ട് മാളുവിന്. കാരണം ഇനി വരുന്ന എക്സാം ഏതൊക്കെയാണ്? നാളെ എന്താണ്? അല്ല മറ്റന്നാളെന്താണ്? ബയോളജി, ഫിസിക്സ്, ഹിന്ദി. നല്ല ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എല്ലാം.
ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസമൊക്കെ എൻ്റെ അമ്മച്ചിയോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സേമിയ പായസമാണ് എനിക്കിഷ്ടം. ആ അച്ചോടിയാ അച്ഛന് രാത്രി എന്നിട്ട് വേണ്ടെന്ന് ഫുഡ് കഞ്ഞി കുടിച്ചോട്ടാ. കഞ്ഞി കുടിച്ചോ അച്ചു. ഇവനൊരു തലക്കറക്കം വന്നു കഴിഞ്ഞാ ഇങ്ങോട്ട് തിരിഞ്ഞോ മര്യാദക്ക് തിരിഞ്ഞോ. ഇവനൊരു തലക്കറക്കം വന്നു കഴിഞ്ഞാ കൊണ്ടുപോകാൻ ആന്റി മാത്രമേ ഉള്ളൂ. ഇത് ആന്റിയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു സ്റ്റോറി. അതെ, അടുത്ത കൊല്ലം വരെ എനിക്കിത് പറയണം. കുക്കു കേക്ക് മുറിച്ചണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ. ആ കൊള്ളാം ആന്റിയും മോനും ഒരേപോലെ. നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ്. വാ അമ്മച്ചി വാ. മുറിക്കാം. എങ്ങനെ എന്തൊരു സാരി പുതിയ ഞാൻ എന്റെ സ്വന്തമായി അതിലൊന്നില്ലാന്ന് ഒരു പ്രതീക്ഷ. യൂട്യൂബിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വലുതായി ഗൈസ്. എന്നെ സഹായിച്ച കുഞ്ഞത്തിനോട് ഞാൻ നന്ദി കിട്ടിയെങ്കിൽ ഞാൻ പറയും. കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു ഇതിലെത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാൻ പറഞ്ഞു. അപ്പൊ വേണ്ടി അന്ന് രാത്രി കുഞ്ഞച്ചനോട് കുറച്ചിട്ട് എണ്ണി നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ എത്ര പൈസ ഉണ്ടെന്ന്. കുഞ്ഞച്ചൻ സ്കൂള് വിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ അന്ന് വൈകിയില്ലേ ഒരു ദിവസം, അന്ന് ഞങ്ങളിത് മല വാങ്ങിച്ചു. ഇതും ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി മാളും. ഞാൻ വിചാരിച്ചു നീ അത് നീ കഴിയ ഞാൻ അധ്വാനിച്ച പൈസ മാലിട്ടിട്ട് കുറെ നാളായി. പിന്നെ മമ്മയ്ക്ക് മാല വാങ്ങിച്ചു. ആദ്യം ഞാൻ പാദസരം എന്നാ വിചാരിച്ചത്. പാദസരം വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു. പക്ഷെ പാദസരം വാങ്ങിക്കാൻ വിചാരിച്ചത്. കാരണം ഞാൻ പാദസരം ഇട്ട് ഉമ്മനെ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കൈ ചെയിനാക്കാം. പിന്നെ ഞാൻ ഒരു മാലയാക്കാൻ വിചാരിച്ചു. അങ്ങനെ മാല വാങ്ങിച്ചു. ഇല്ലെങ്കിൽ ഞാൻ പാദസരം വാങ്ങിച്ചാൽ കുറച്ചും കൂടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ. കേക്ക് വലിയമ്മയുടെ അവിടെ കൊണ്ടുകൊടുക്കണം ഇനി. അപ്പൊ നമുക്ക് കേക്ക് വലിയമ്മയുടെ അവിടെ കൊണ്ടുകൊടുക്കണം. താങ്ക് യു. ഇങ്ങോട്ടാ എന്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങിക്കേ. നിനക്ക് എന്തെങ്കിലും അവിടെ നിന്ന്
എനിക്ക് എന്തിട്ട് നോക്കുവത് നമ്മൾ കേക്ക് ചേച്ചിയോടെ കൊടുക്കാൻ പോവാ. എന്നിട്ട് അൽഫാം വാങ്ങിക്കണം. ഇന്ന് രാത്രിക്കുള്ളതായിട്ട് അപ്പൊ കമ്മൺ ലെറ്റ്സ് ഗോ. നിങ്ങളിത് കാണണം. ഇവന് എന്നോട് പുച്ഛമാണ് ഗൈസ്. മമ്മയുടെ അടുത്തേക്ക് പോവാൻ സമ്മതിക്കില്ല ഇവൻ. മമ്മ കണ്ടോ പക്ഷേ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അമ്മച്ചി ചോദിച്ചു എത്രയാന്ന്. കാണാൻ എനിക്ക് ഇഷ്ടമായി. നമ്മുടെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും ആ ബർത്ത്ഡേ ഉള്ള ആൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് വാങ്ങി കൊടുക്കാറുണ്ട്. അപ്പോൾ അതായത് ഫുഡ്. അപ്പോൾ നമ്മൾ അൽഫാം വാങ്ങിച്ചു, രാത്രി ഫുഡ് കഴിക്കാനായിട്ട് അൽഫാമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ മാളും എന്നെ ഇപ്രാവശ്യം ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറയാം. ഞാനാണ് ശരിക്കും ഈ വീട്ടിൽ സർപ്രൈസ് കൊടുക്കുന്ന ആൾ. കാരണം എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ആ സർപ്രൈസ് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്താണ് എൻ്റെ ഫീലിങ്സ് എന്ന് എനിക്ക് പറയാറില്ല. ഒന്നാമത്തേൽ എനിക്കങ്ങനെ അത് ക്യാമറയുടെ മുന്നിൽ എല്ലാവരും മുന്നിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയില്ല. അതാണ് ഞാൻ അങ്ങനെ ഇമോഷണലാവാതെ ഇങ്ങനെ ചിരിച്ചു നിന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ മാളുവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സമ്മാനം. അത് അവളുടെ ഈ പ്രായത്തിൽ അവൾ എനിക്കത് ഇങ്ങനെ ചെയ്തു തന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഒരുമിച്ചുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, അമ്മയും മോളാന്ന് തോന്നില്ല, ചേച്ചി അനിയത്തിയാണോ സിസ്റ്റേഴ്സാണോ ഫ്രണ്ട്സാന്ന് തോന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു അമ്മ മകൾ എന്നതിലുപരി എനിക്ക് എന്തോ അവളോട് തുറന്നു പറയാം, അവൾക്ക് എന്തും എന്നോട് തുറന്നു പറയാം. അങ്ങനെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു കറക്റ്റ് ഫ്രണ്ട്സാണ്. നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ജീവിതം ഇവിടെ അവസാനിച്ചു, നമ്മുടെ ജീവിതത്തിൽ ഇനി സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം നമ്മുടെ തൊട്ടടുത്തുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഈ സങ്കടങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ എൻ്റെ ലൈഫിൽ വലിയ ഹാപ്പിനെസ് തന്നെയാണ് എൻ്റെ മാളു. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ടാറ്റാ.